ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നിങ്ങൾ ഒരു സ്റ്റുഡൻറ് ലാപ്ടോപ്പോ അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ലാപ്ടോപ്പോ എടുക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 50,000 മുകളിൽ കൊടുക്കേണ്ടി വരും അല്ലേ. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഏസസിന്റെ എക്സ്പേർട്ട് ബുക്ക് P1 എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. 40,000 ആണ് ഇപ്പോൾ വില. ഓഫറുകളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അറൌണ്ട് 38,000 പോലും ഈ ലാപ്ടോപ്പ് കിട്ടും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2026 വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു മോഡലാണിത്. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നോർമൽ സ്റ്റുഡൻറ് ലാപ്ടോപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നോർമൽ ബിസിനസ് ലാപ്ടോപ്പ് ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇതിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു ബ്ലാക്ക് അങ്ങനത്തെ ഒരു കളറല്ല. ഇസ്റ്റി ഗ്രേ ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് ഒരു നോർമൽ പ്ലാസ്റ്റിക് അല്ല, ഒരു മിലിറ്ററി സ്റ്റാൻഡേർഡ് പ്ലാസ്റ്റിക് എന്നാണ് എസ് പറയുന്നത്. നമ്മുടെ റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ വീഡിയോന്റെ സ്പോൺസറായ mybckey.com ഒരു കാര്യം കൂടെ നാം പറയാം. കുറച്ച് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സൈറ്റാണ്. നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഗൂഗിളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവർ മൈക്രോസോഫ്റ്റ് റീസെല്ലർ പ്രോഗ്രാമിലൊക്കെ പാർട്ടായതുകൊണ്ട് തന്നെ നമുക്ക് വിൻഡോസിൻ്റെ ജെനുവിൻ ആയിട്ടുള്ള വിൻഡോസ് 11 ജെനുവിൻ ലൈസൻസ് കീ, പിന്നെ അതേപോലെ തന്നെ വിൻഡോസ് ഓഫീസ് ഇങ്ങനത്തെ ഇതിൻ്റെയൊക്കെ പ്രോഗ്രാംസിൻ്റെയൊക്കെ നമുക്ക് ജെനുവിൻ ലൈസൻസ് കീ ഇവരുടെ നിന്ന് വളരെ ചെറിയ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ UPI പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് അപ്പോൾ തന്നെ ഇൻസ്റ്റൻറ്റ് ഡിജിറ്റൽ ഡൗൺലോഡ് പോലെ തന്നെ അവർ ലൈസൻസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അവരുടെ സൈറ്റിൽ പോയിട്ട് നമ്മുടെ ഈ താഴെ കൊടുക്കുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണുന്ന പോലെ ഏസസ് എക്സ്പേർട്ട് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സിൽവർ ലോഗോ എംബോസ് ചെയ്തിട്ട് കവറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ആക്ച്വലി പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് തന്നെയാണ്. ഒരു 1.75 മുകളിലൊക്കെ പോകുമ്പോഴാണ് കുറച്ച് കൂടുതൽ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഗെയിമിംഗ് ലാപ്ടോപ്പ് ഒക്കെ നമുക്ക് എന്തായാലും ആ ഒരു റേഞ്ചിലേ കിട്ടുള്ളൂ. പക്ഷേ ഇതൊരു ബിസിനസ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഇതൊരു തരക്കേടില്ലാത്ത വെയിറ്റ് തന്നെയാണ് ഏസസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് മെയിൻ ആയിട്ടുള്ള ഡിസ്പ്ലേ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു 15.6 ഇഞ്ച് നോർമൽ ഡിസ്പ്ലേ ആണ്. ഫുൾ HD ആണ്. 1920x1080 റെസൊല്യൂഷനുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. കളേഴ്സ് കുറച്ച് മ്യൂട്ടഡ് ആണ്. 45% NTSC കളറാണ്. ഭയങ്കര ഡിസൈൻ വർക്ക് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ലാപ്ടോപ്പ് നിങ്ങൾക്ക് പറ്റില്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഒരു പിക്ചർ കാണലും സ്ട്രീമിംഗ് വീഡിയോസും യൂട്യൂബും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുവാനും മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്വീറ്റിൽ വരുന്ന ആപ്ലിക്കേഷൻസ് സ്റ്റുഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബേസിക് ബിസിനസ് ലാപ്ടോപ്പ് ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ലാപ്ടോപ്പ് ആയിട്ട് തന്നെയാണ് ഏസസ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ക്രീനിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു 720 പിക്സൽ ഒരു HD ക്യാമറ കൊടുത്തിട്ടുണ്ട്, വെബ് ക്യാം. അപ്പോൾ ഇത് 1080p അല്ല, ഫുൾ HD അല്ല. അപ്പോൾ ആ ഒരു നോർമൽ റെസൊല്യൂഷൻ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. സുരക്ഷയുടെ കാര്യത്തിൽ ഏസസ് അങ്ങനെ ഒരു പ്രൈവസിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ വെബ് ക്യാമിന് നമുക്ക് പ്രൈവസി ഷട്ടർ ബട്ടൺ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റ് റീഡറും ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രാക്ക് പാഡിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് ഈ ഫിംഗർ പ്രിന്റ് റീഡർ വരുന്നത്. അപ്പോൾ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു കീബോർഡാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെയാണ് ചെറിയ ഒരു ഷോർട്ട് കട്ട് ഏസസ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത്. ഇത് ബാക്ക് ലൈറ്റ് കീബോർഡ് അല്ല, അതായത് ബാക്ക് ലൈറ്റ് ഇല്ല. അപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഒരു ടേബിൾ ലാമ്പ് അല്ലെങ്കിൽ ലൈറ്റ് എന്തായാലും വേണ്ടി വരും. ഇനിയത്തെ കാലത്ത് എന്തായാലും ഏസസ് പോലത്തെ കമ്പനികൾ ഇത് വളരെയധികം ബേസിക് ആയിട്ടൊരു ഫീച്ചറായിട്ട് തന്നെ തരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ബാക്ക് ലൈറ്റ് കീബോർഡൊക്കെ നോർമൽ ഒരു ഫീച്ചറായിട്ട് കൊടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ കണക്ടിവിറ്റി ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഈ ലാപ്ടോപ്പിന്റെ. 2 USB 3.2 Gen 2 Type C പോർട്ടുകളാണ് ഏസസ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ പോർട്ടും പവർ ഡെലിവറി പോർട്ടും സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നുള്ളത് 2 USB 3.2 Gen 1 പോർട്ടുകളും കൊടുത്തിട്ടുണ്ട്. ഇത് Type A പോർട്ടുകളാണ്. HDMI 1.4 ഉള്ള ഒരു പോർട്ടും RJ45 നമുക്കൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഇന്റർനെറ്റ് കേബിൾ നമുക്കിപ്പോൾ ലാൻഡിൽ യൂസ് ചെയ്യണമെങ്കിൽ അതും ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് ഒരു പോർട്ടായിട്ട് നമുക്ക് ഈ ലാപ്ടോപ്പിൽ കിട്ടുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Wi-Fi 6ഉം പിന്നെ ബ്ലൂടൂത്ത് 5.4ഉം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ചൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീക്കേഴ്സ് ആണ്. 2 watt സ്പീക്കേഴ്സ് ആണ് മാത്രമാണ് ഏസസ് കൊടുത്തിരിക്കുന്നത്. ഈ സ്പീക്കർ ഈ കാണുന്നത് പോലെ കേസിൻ്റെ അടിയിലാണ് വരുന്നത്. നമ്മളിപ്പോൾ മടിയിലൊക്കെ വെച്ചിട്ടാണ് പാട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ഫിലിം കാണുന്നതെങ്കിൽ കുറച്ച് മ്യൂട്ടഡ് ആയിരിക്കും സൗണ്ട്. കുറച്ചും കൂടെ ടേബിളിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ബെറ്റർ നമ്മൾ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മൾ മൂവീസോ അല്ലെങ്കിൽ മ്യൂസിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിനൊരു ടിപ്പ് ഞാൻ കൂടുതൽ പറഞ്ഞു തരാം. FX Sound Pro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രീ ഡൗൺലോഡബിൾ സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടാനുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പ് മാത്രമല്ല ഏത് ലാപ്ടോപ്പിലും നമുക്ക് കുറച്ചും കൂടെ അതിൽ വോളിയം ബൂസ്റ്റ് എന്ന് പറഞ്ഞ ഈക്വലൈസർ സെറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വോയിസിൽ കിട്ടുന്നുണ്ട്. ഈ ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ നമുക്ക് ലോ വാട്ട് സ്പീക്കർ തരുന്ന ലാപ്ടോപ്പുകളിലൊക്കെ ഇതൊരു ലൈഫ് സേവർ തന്നെയാണ്. പിന്നെ നമ്മളിത് തുറക്കുമ്പോൾ ചെറിയൊരു വോബിൾ ഉണ്ട് സ്ക്രീനിന്. എന്ന് വെച്ചാൽ തുറന്ന് ഇപ്പോൾ ഈ കാണുന്നത് പോലെ സ്ക്രീനൊക്കെ നമ്മൾ പെട്ടെന്ന് സ്പീഡ്
സ്പീഡിൽ തുറന്നിങ്ങനെ വെക്കും ഒരു വോബിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ ബിൽഡ് ക്വാളിറ്റി സോളിഡ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു നല്ല ബിൽഡ് ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നല്ലോണം ലാസ്റ്റ് ചെയ്യുന്ന പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് ഈ വേർഷന് ഇൻറ്റലിൻ്റെ 13th ജനറേഷൻ 1315U സീരീസ് i3 പ്രോസസ്സറാണ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് മതി. യു സീരീസ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള കട്ടിംഗ് റേഞ്ചിലുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ് ഇത്. പക്ഷെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കും. സ്റ്റോറേജ് 512GB SSD ആണ്. PCIe 4th ജനറേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തരക്കേടില്ലാത്ത ഫാസ്റ്റ് ആയിരിക്കും. തരക്കേടില്ലാത്ത ഫാസ്റ്റ് റീഡ് റൈറ്റ് സ്പീഡ്സ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് 16GB വേരിയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോഴും എല്ലാം നല്ല സ്പീഡ് തന്നെ കാണുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിൽ വരുന്നത് ഒരു 50 വാട്ട് അവർ 3 സെൽ ബാറ്ററിയാണ്. പല ബഡ്ജറ്റ് ലാപ്ടോപ്പിൽ, അതായത് 40,000 താഴെയുള്ള ലാപ്ടോപ്സിൽ നമ്മൾ കാണുന്നത് ഒരു അറൗണ്ട് 42 വാട്ട് അവർ ബാറ്ററീസ് ആണ്. അതിനായിട്ട് അപേക്ഷിക്കുമ്പോൾ ഒരു 40 മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ഒക്കെ നമുക്ക് കൂടുതൽ ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടും. അപ്പോൾ ബാറ്ററി ആക്ച്വലി ഒരു നല്ല ഹൈലൈറ്റ് തന്നെയാണ്. പിന്നെ ഇതിന് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. നമുക്ക് പവർ ഡെലിവറി, അതായത് USB പവർ ഡെലിവറി ചാർജറുകൾ ഉണ്ടെങ്കിൽ ഈ Type-C പോർട്ടിൽ കൂടെ തന്നെ നമുക്ക് ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ചാർജറും വളരെ കോമ്പാക്റ്റ് ആണ്. ഇപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഒരു സൈഡിൽ അതിൻ്റെ ഒരു കേബിളും ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ആ ഒരു ചാർജർ കേബിളുമാണ് വച്ചിരിക്കുന്നത് ഇവർ. പിന്നെ ചാർജർ ഞാൻ പറഞ്ഞ പോലെ 65 വാട്ട് അവർ ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പോൾ 50 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്കൊരു 60% ബാറ്ററി പെട്ടെന്ന് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോസ് ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് നല്ല സ്പെക്സ് തന്നെയാണ് കിട്ടുന്നത്. i3 പ്രോസസ്സർ കിട്ടുന്നുണ്ട്. തരക്കേടില്ലാത്ത 13th ജനറേഷൻ തന്നെയാണ്. പിന്നെ PCI 4 SSDയും, അപ്പോൾ അത് 16GB റാം ഉള്ളത് കൊണ്ട് തന്നെ നല്ല സ്പീഡാണ് റാമും SSDയും. അപ്പോൾ ആപ്ലിക്കേഷൻസ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാനും നമുക്ക് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നല്ലത് തന്നെയാണ്. ഒരു മിലിറ്ററി ഗ്രേഡ് പ്ലാസ്റ്റിക് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. പിന്നുള്ളത് പവർ ഡെലിവറി ഉള്ള Type-C പോർട്ടുകൾ നമുക്ക് നന്നായി തന്നിരിക്കുന്നു. ഇപ്പോൾ ലാൻഡ് കേബിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് അതും ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് റാം ഇനി നാളൊരു സമയത്ത് വേണമെങ്കിൽ 64GB വരെ നമുക്ക് വർദ്ധിപ്പിക്കാനുള്ള ഒരു പോസിബിലിറ്റിയും ഇതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ലൈറ്റ് കീബോർഡ് അല്ല, അപ്പോൾ ലൈറ്റ് ഇല്ല കീബോർഡിന്. അപ്പോൾ നമ്മൾ രാത്രി ഒരു ലൈറ്റ് ഇതൊക്കെ വേണ്ടി വരും രാത്രിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ. ബാറ്ററി എന്ന് പറയുന്നത് ഒരു 50 വാട്ട് അവർ ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 4 to 5 hours നമ്മളൊരു പ്രതീക്ഷിച്ചാൽ മതി ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് പിന്നെയുള്ള ഒരു പോരായ്മ. അതായത് ഒരു പ്രൊഫഷണൽ എഡിറ്റിങ്ങോ കളർ വർക്കോ ഒക്കെ ഡിസൈനൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ഡിസ്പ്ലേ അത്ര കളർ ആക്യുറസി അത്ര ഉണ്ടാവില്ല, 45% ഉണ്ടാവുള്ളൂ. പക്ഷേ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്കോ ഫിലിം കാണുന്നതിനൊക്കെ തരക്കേടില്ലാത്ത ഓക്കെ തന്നെയാണ് ഈ ഒരു ഡിസ്പ്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ എല്ലാ ഫീച്ചേഴ്സൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 40,000 അടിയിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ലൊരു സെൻസിബിൾ ഓപ്ഷൻ തന്നെയാണ് ആസ് ഓഫ് നൗ 2026 നമുക്ക് വാങ്ങാൻ. ബാക്ക്ലിറ്റ് കീബോർഡും കളർ ആക്യുറസിയോ ഒന്നും അത്ര ഒരു പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ബഡ്ജറ്റിൽ നിൽക്കണം, മികച്ച ഒരു സ്പെക്സും കിട്ടണം, തരക്കേടില്ലാത്ത പെർഫോമൻസും വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫോർ ഗിസ്മോ.